ശ്യാമിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അശ്വിന്റെ അടുത്ത് പറയാനായിട്ട് പലതവണ ശ്രുതി ശ്രമിക്കുന്നുണ്ട്. എന്നാ അശ്വിൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ താലി മാറ്റിക്കോർക്കൽ ചടങ്ങാണ്. രാത്രി എല്ലാ സത്യങ്ങളും പറയാന്ന് കരുതി അശ്വിന്റെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ അശ്വിൻ. അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട, അത് ഞാൻ വിശ്വസിക്കൂല, നീ മര്യാദയ്ക്ക് കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അശ്വിൻ കിടക്കുന്നുണ്ട്. നടുക്കിലായിട്ട് തലേണകളൊക്കെ വെച്ചിട്ടാണ് രണ്ട് വശത്തായിട്ട് രണ്ടുപേരും കിടക്കുന്നത്. ശ്രുതിയാണെങ്കിൽ വീണ്ടും കൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ ഇത് പറയാനുള്ള എന്തെങ്കിലും ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണേ എന്നൊക്കെ ശ്രുതി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം കാണിക്കുന്നത് താലിമാറ്റിക്കോർക്കൽ ചടങ്ങിന്റെ എല്ലാ ഒരുക്കങ്ങളും വീട്ടിൽ നടക്കുമായിരിക്കും. ഈ സമയത്താണെങ്കിൽ ശ്യാമിനാകെ തേശുമായിരിക്കും. ഒരിക്കലും ഈ ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ലടാ, അങ്ങനെ നീ ശ്രുതിയുടെ കഴുത്തില് താലി മാറ്റി കെട്ടണ്ട എന്നൊക്കെ ശ്യാം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങോട്ടേക്ക് മനോരമ വരുന്നുണ്ട്. എന്താടാ ഇത് മുടക്കാൻ ഒരു വഴി നീ കണ്ടില്ലേ? കണ്ടോ, അവൾമാരെ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അച്ഛനും അമ്മയും അമ്മായിയും ഒക്കെ കിടന്ന് വിലസെന്ന് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ടും നീ എന്താ പ്രതികരിക്കാതെ നിൽക്കുന്നേ? നിന്റെ പ്ലാൻ എന്താന്ന് പറയടാ എന്നൊക്കെ ശ്യാമിനോട് ചോദിക്കാണ്. ശ്യാമാണെങ്കിൽ ആകെ ദേഷ്യത്തിലായിരിക്കും. എന്ത് പ്ലാൻ? ഇതുവരെ പ്ലാൻ ചെയ്തതെല്ലാം ഓരോരോ കാര്യം കൊണ്ട് ആ അശ്വിൻ സായിറാം മുടക്കുക. എന്തായാലും ഞാനൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്, അതെന്തായാലും നടക്കുമ്പോ കാണാം എന്ന് ശ്യാം മനോരമയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രീതിയും ആകാശുമായിരിക്കും. ആകാശ് പറയുന്നുണ്ട് പ്രീതിയെ നോക്കി, എന്തു ഭംഗിയാ എന്റെ ഭാര്യയെ കാണാൻ. ദേ ആകാശേ വേണ്ടാട്ടോ, എന്തേ നിനക്ക് നാണം വരുന്നുണ്ടോ? ഇന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് വീണ്ടും ഞാൻ താലി കെട്ടാൻ പോവാ, അതിന്റെ സന്തോഷത്തിലാ ഞാൻ. നിനക്കും സന്തോഷമില്ലേ? ഇന്നേക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ 14 ദിവസമായി. നീ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ 15 ദിവസത്തിനുള്ളിലും ഒരു പ്രശ്നവും വന്നില്ലെങ്കില് അന്നത്തെ ദിവസം തൊട്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവുമെന്ന്. അപ്പൊ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ഇടയില്. എന്റെ ഭാര്യ ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ആ ചിരിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതങ്ങനെ എപ്പോഴൊന്നും വരില്ല. അത് പിന്നെ എപ്പോഴാ വരിക? അത് ഇടയ്ക്കൊക്കെ വരൂ. നീ എന്താ ഈ പറയുന്നേ? എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കഴുത്ത് കിടക്കുന്ന ഈ മഞ്ഞച്ചരടുണ്ടല്ലോ, ഇന്ന് തൊട്ട് നല്ല സങ്കടത്തിലായിരിക്കും. എന്തേ, എന്ത് കാര്യം കൊണ്ട്? അല്ല, നാളെ തൊട്ട് ഈ സുന്ദരമായ കഴുത്തില് ഈ മഞ്ഞച്ചരട് കിടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. ഈ സമയത്ത് പ്രീതി വല്ലാണ്ടങ്ങ് ചിരിക്കുന്നുണ്ട്. ആ ഇപ്പൊ ചിരിച്ചല്ലോ എന്നും പറഞ്ഞ് പ്രീതിയും ആകാശവും നല്ല സന്തോഷത്തിൽ നിൽക്കുമായിരിക്കും. നേരെ മറിച്ച് ശ്രുതിയാണെങ്കിൽ ഒരുങ്ങി നിൽക്കുമായിരിക്കും. നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കുറച്ച് ആഭരണങ്ങളുമായിട്ട് അശ്വിൻ വരുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, ഇത് അച്ഛമ്മ തന്ന ആഭരണ, ഇത് ധരിക്കെന്നും പറഞ്ഞ് അവിടെ വെക്കാണ്. പെട്ടെന്നായിരിക്കും ശ്രുതിയുടെ സാരി നോക്കുന്നത്. സാരി എവിടെയോ കണ്ട പോലെ അശ്വിന് തോന്നുവാണ്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ആകാശ് പറഞ്ഞിരുന്നല്ലോ ഒരു സാരി അമ്പലത്തിലെ ഒരമ്മയ്ക്ക് കൊടുക്കണമെന്ന്. അതേ സാരി ആയിരിക്കും നമ്മുടെ ശ്രുതി ഉടുത്തു കാണുക. ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ ഈ സാരി എവിടുന്നാ എടുത്തേ? ഹോ, എന്റെ സാരി നോക്കാനൊക്കെ ഇയാൾക്ക് സമയമുണ്ടോ? പറ, നീ ഈ സാരി എവിടുന്നാ എടുത്തേ? ഇതെനിക്കേ അമ്മ തന്നതാ. ഏതമ്മ? ഇതെനിക്കേ ക്ഷേത്രത്തിൽ നിന്ന് തന്നതാ. അപ്പൊ വീണ്ടും അശ്വിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്ന് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞത് ഈ സാരി കന്യകയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കുമെന്ന്. ഇതൊക്കെ ഇങ്ങനെ അശ്വിൻ ആലോചിക്കാണ്. ഇയാൾക്ക് എന്റെ സാരി ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാലേ നിങ്ങൾ ഇതേപോലത്തെ സാരി ഡിസൈൻ ചെയ്യ്, പക്ഷേ കമ്മീഷൻ തരണം കേട്ടോ. നീ എന്തായാലും ഈ ആഭരണങ്ങൾ ധരിക്ക്, ഇത് മുത്തശ്ശി തന്നതാ എന്ന് പറയുമ്പോ നമ്മുടെ ശ്രുതി അത് തുറന്നു നോക്കുന്നുണ്ട്. 2-3 പെട്ടി ഉണ്ടായിരിക്കും. അതൊക്കെ തുറക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഇത്ര ആഭരണങ്ങളൊന്നും വേണ്ട, 1-2 വേണമെങ്കിൽ ധരിക്കാം, അത് മതി. അങ്ങനെ ഒരു മാലയും 2 വളയും എടുക്കുന്നുണ്ട്. വളകൾ രണ്ടും കയ്യിലിടുവാണ്. അങ്ങനെ ശ്രുതി കഴുത്തില് മാല ഇടുന്നുണ്ട്. മാല ഇടുന്ന സമയത്ത് പഴയ മോഡൽ മാല ആയതുകൊണ്ട് തന്നെ മാല മുടിയിൽ കുടുങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ഒരുപാട് തവണ ശ്രുതി ട്രൈ ചെയ്യുന്നുണ്ട് അത് കുരുക്ക് മാറ്റി കഴുത്തിലിടാനായിട്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇയാളെന്താ നോക്കി നിൽക്കുന്നേ? എന്റെ മുടിയിൽ ആ മാല കുടുങ്ങി, അതൊന്ന് എടുത്തു തന്നെ. പിന്നെ നീ ഒന്ന് പോയേ, വേണേ മതി, അല്ലെങ്കിൽ ഞാനിത് ഇടില്ല കേട്ടോ. പിന്നെ മുത്തശ്ശിക്ക് സങ്കടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെ പിന്നെ അശ്വിൻ അത് എടുത്തു കൊടുക്കാണ്. ആ സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്നേഹത്തോടു കൂടി നോക്കുന്നുണ്ട്. ഉള്ളിൽ രണ്ടുപേർക്കും ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മാലയുടെ കുരുക്കൊക്കെ മാറ്റി മാലയിട്ട് രണ്ടുപേരും കൂടെ താഴോട്ട് വരികയാണ്. ഈ സമയത്ത് പ്രീതിയും ആകാശും ഒക്കെ വരുന്നുണ്ട്.
അങ്ങനെ ചടങ്ങിനായിട്ട് രണ്ട് ദമ്പതിമാരും ഇരിക്കുവാണ്. ഈ സമയത്ത് ശ്യാമിനാണെങ്കിൽ ഇതൊന്നും സഹിക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല. ശ്യാമിന് അപ്പോഴും മനസ്സിലിങ്ങനെ, ഇനി ആ പ്ലാൻ നടന്നില്ലെങ്കിൽ ഇവൻ അവളെ കഴുത്തിൽ താലി കെട്ടോ, അതെനിക്ക് കാണണ്ട എന്നൊക്കെ കരുതിയായിരിക്കും ശ്യാം നിൽക്കുന്നത്. ഈ സമയത്ത് മനോരമ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്ലാൻ, ഇപ്പോഴെങ്കിലും ആ പ്ലാൻ ഒന്ന് എടുക്കോ എന്നൊക്കെ മനോരമ ചോദിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് താലി മാറ്റി കോർക്കൽ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ പ്രീതിയുടെയും ആകാശിന്റെയും ആയിരിക്കും. അങ്ങനെ ആകാശ് നല്ല സന്തോഷത്തോടു കൂടി പ്രീതിയുടെ കഴുത്തില് താലി മാറ്റി കോർക്കൽ ചടങ്ങിന്റെ താലി കെട്ടുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ കഴുത്തിലാണ് താലി കെട്ടേണ്ടത്. എന്നാ താലി എടുത്തു കൊടുക്കുന്നത് അഞ്ജലി ആയിരിക്കും. അഞ്ജലി താലി എടുത്ത് കൊടുത്ത് കെട്ടാൻ നേരത്ത് പെട്ടെന്ന് നമ്മുടെ ശ്യാമിന് ഫിക്സ് വരെയാണ്. ഫിക്സ് വന്ന് ശ്യാം അവിടെ നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ട്. ഇത് കണ്ട് അഞ്ജലി ആകെ പേടിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന എല്ലാവരും, ആർക്കും ഇതൊരു നാടകമാണെന്ന് തോന്നുന്നില്ലല്ലോ. എല്ലാവരും മോനെ എന്നൊക്കെ വിളിച്ച് ശ്യാമിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കിടന്ന് ഉരുളാണ്. താക്കോല് തരാൻ പറഞ്ഞ് താക്കോല് കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുത്ത് തളിക്കുന്നുണ്ട്. ഒന്നിലും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. എന്നാ അശ്വിന് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ ചടങ്ങ് മുടക്കാനാണ് ശ്യാം ഈ ഐഡിയ എടുക്കുന്നതെന്ന് അശ്വിന് മനസ്സിലായി. അശ്വിൻ അവിടെ ഇരിക്കുന്ന വലിയൊരു കമ്പിപ്പാര എടുത്ത് വരുന്നുണ്ട്. അതുമായിട്ട് നമ്മുടെ ശ്യാമിന്റെ അടുത്തോട്ട് വരികയാണ്. മാറി നിൽക്ക് എന്നും പറഞ്ഞ് എല്ലാവരെയും മാറ്റാണ്. ഇത് ഇത്രയും വലിയ കമ്പിയൊക്കെ എടുത്ത് വരുമ്പോ അഞ്ജലിക്കും അവിടെ നിൽക്കുന്നവർക്കൊക്കെ പേടിയാവുന്നുണ്ട്. ഇവനിത് എന്തിന്റെ പുറപ്പാടാണെന്ന് കരുതിയിട്ട് അശ്വിന്റെ അടുത്ത് അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്തിനാ കുഞ്ഞാ, നീ എന്തിനാ ഇതൊക്കെ എടുത്തു വന്നിരിക്കുന്നതെന്ന്. എന്നാ ചേച്ചി, ഇതിനെ ഈ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഇത് കാണുന്ന ശ്യാമാണെങ്കില് ഒന്ന് പേടിക്കുന്നുണ്ട്. ഇവന്റെ കയ്യിൽ നിന്ന് ഇനി കുത്തുകിട്ടി ചാവോ എന്നായിരിക്കും ശ്യാം ചിന്തിക്കുന്നത്. അങ്ങനെ നേരെ ശ്യാമിനെ കുത്താനായിട്ട് അശ്വിൻ ആ കമ്പി കൊണ്ടങ്ങ് വരികയാണ്. പെട്ടെന്ന് ശ്യാം കണ്ണടയ്ക്കുന്നുണ്ട്. സൈഡിലായിരിക്കും ആ കമ്പി കുത്തുക. ഈ സമയത്താണെങ്കിൽ എല്ലാവരും പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് നേരെ കുത്താൻ വരുമ്പോ എല്ലാവരും പേടിക്കില്ലേ, അതുപോലെ എല്ലാവരും ഞെട്ടുകയാണ്. കുഞ്ഞാ, നീ എന്താ കാണിക്കുന്നേ എന്ന് അഞ്ജലി ചോദിക്കുന്നുണ്ട്. ചേച്ചി, ഇതിന് ഈ മരുന്ന് മാത്രമേ ഉള്ളൂ, ഈ കമ്പിയിലേ അവനെ കൊണ്ട് പിടിപ്പിക്ക് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് കമ്പിയിൽ പിടിപ്പിക്കുന്നുണ്ട്. ശ്യാമു മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഈ നാടകം ഇപ്പൊ അവസാനിച്ചില്ലെങ്കിലേ ഇവൻ കൈയോടെ പിടിക്കും. അങ്ങനെ കമ്പിയില് മുറുക്ക് പിടിക്കുകയാണ്. പെട്ടെന്ന് വന്ന ആ ഫിക്സ് പെട്ടെന്ന് തന്നെ അങ്ങ് മാറിപ്പോവാ. അങ്ങനെ എഴുന്നേക്കുന്നുണ്ട്. ശ്യാമേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അഞ്ജലി ചോദിക്കുന്നുണ്ട്. ഏയ് ഇല്ല, കുഴപ്പമൊന്നുമില്ല. അയ്യോ, നിങ്ങളുടെ ചടങ്ങ് മുടങ്ങിയല്ലേ എന്നൊക്കെ ശ്യാമു പറയുന്നുണ്ട്. ചടങ്ങ് മുടങ്ങുമൊന്നുമില്ല, ചടങ്ങ് നടക്കൂ എന്ന് നമ്മുടെ അശ്വിനും പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ പോണം. ഈ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ എന്ന്. ഇപ്പൊ അല്ല, ഈ ചടങ്ങ് നടക്കട്ടെ, അതിനുശേഷം പോവാ എന്ന് മുത്തശ്ശി പറയാണ്. അങ്ങനെ ശ്യാം പറയുന്നുണ്ട്, ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്ക് നല്ല ക്ഷീണം എന്ന് പറയുന്ന നേരത്ത് പെട്ടെന്നാണെങ്കിൽ അശ്വിൻ എടുത്തു ചാടി പറയുന്നുണ്ട്, അയ്യോ അളിയൻ പോരുത്, അളിയൻ ഇവിടെ തന്നെ നിൽക്കണം. ചേച്ചിയുടെ കൂടെ അളിയൻ ഈ ചടങ്ങ് കാണണം, അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇരിക്കാനൊരു ചെയർ ഇട്ട് കൊടുക്കെന്നും പറഞ്ഞ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ചെയർ ഇട്ട് കൊടുക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് ശ്യാമിന്റെ മുഖത്തോട്ടായിരിക്കും. ശ്യാമാണെങ്കിൽ കാണേണ്ട കാഴ്ചയല്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കുന്നേ ഉണ്ടായിരിക്കില്ല. എന്താ ശ്യാം, നീ എന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ എന്നൊക്കെ പറയുമ്പോൾ നേരെ ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ താലി എടുത്തു കൊടുക്കുന്നുണ്ട് അഞ്ജലി. അങ്ങനെ ശ്യാമിനെ സാക്ഷി നിർത്തി അശ്വിൻ ശ്രുതിയുടെ കഴുത്തില് താലി ചാർത്തുവാണ്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അങ്ങനെ താലി കെട്ടി എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ 2 മരുമക്കൾക്കും ഇടാനായിട്ട് മോതിരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അത് 2 മരുമക്കൾക്കും ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നും ഇതേപോലെ സന്തോഷത്തോടു കൂടി ഇരിക്കണം. എൻ്റെ ചെറിയ മോൾക്ക് ഇത്തിരി കുസൃതിയൊക്കെ ഉണ്ട്, അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയാണ്. മോതിരൊക്കെ ഇടുന്ന് കാണുമ്പോൾ ശ്രുതി അമ്മായിയോട് പറയുന്നുണ്ട്, അപ്പൊ നമ്മുടെ വീട്ടില് ഒരുപാട് പൈസയുണ്ട്. ആ അതെ ഉണ്ട്, നീ വാ, മുക്കിലും മൂലയിലൊക്കെ പൈസയാന്ന് അമ്മായി പറയുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ഫംഗ്ഷൻ അങ്ങ് കഴിയാണ്. എന്നാൽ ഇതില് ഇഷ്ടമില്ലാതെ നിൽക്കുന്നത് മനോരമയും ശ്യാമും ആയിരിക്കും.